Hello dear students. Audio video clear ആണോ? Hello dear students, welcome back. Audio video clear ആണോ? Hello dear students. Okay, Dheeraj yes പറഞ്ഞിട്ടുണ്ട്. Thank you. Welcome Dheeraj. Universal Institute XandY Learning next year start ചെയ്യുന്ന purely JEE focus ചെയ്തുകൊണ്ടുള്ള ഓൺലൈൻ പ്രോഗ്രാമിലേക്കുള്ള സ്ക്രീനിങ് കം സ്കോളർഷിപ്പ് ടെസ്റ്റ് ആണ് XIQ. ഡിസംബർ 2-നാണ് എക്സാം. വെറും ഒരാഴ്ച കൂടെ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ആ എക്സാമിലേക്കുള്ള കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ ലൈവ് സീരീസിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐ തിങ്ക് ടുഡേ ഇസ് ദ എപ്പിസോഡ് 7. ഫിസിക്സിൽ കുറച്ച് ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്കൊരു 2-3 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. ജോയിൻ ചെയ്യുന്നവരെ ജോയിൻ ചെയ്യട്ടെ. അതുപോലെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്തവരാരെങ്കിലും ഓൾറെഡി ഇത് ഫോളോ ചെയ്യുന്ന സ്റ്റുഡൻസ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറയാം. ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടെന്ന് പറയാം. ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യാം. ഓക്കെ, നൗ വൺസ് അഗെയിൻ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടക്കലും XandY ലേണിംഗും കൂടെ ജോയിൻ ചെയ്ത് നെക്സ്റ്റ് അക്കാഡമിക് ഇയറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കറന്റ് പ്ലസ് 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് നെക്സ്റ്റ് അക്കാഡമിക് ഇയർ ഓൺവേർഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന പ്യൂർലി ഓൺലൈൻ ആയിട്ടുള്ള JEE ഫോക്കസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമിലേക്കുള്ള സ്ക്രീനിങ് കം സ്കോളർഷിപ്പ് ടെസ്റ്റ് ആണ് XIQ, XandY IIT Quest. ഡിസംബർ 2-നാണ് എക്സാം. ആ എക്സാമിലേക്കുള്ള കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹലോ അമ്മു, ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. സോ നമ്മൾ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, ഗ്രാവിറ്റേഷൻ, വർക്ക് എനർജി, പവർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളന്ന് വർക്കൗട്ട് ചെയ്തത്. ഇന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ മാഗ്നറ്റിസം, മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് കറണ്ട് ആൻഡ് സൗണ്ട്, വേവ്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സൗണ്ട് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് വർക്കൗട്ട് ചെയ്യുന്നത്. സോ ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. നമ്മളൊരു 1 or 2 മിനിറ്റ്സും കൂടെ വെയിറ്റ് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വീഡിയോസ് ജോയിൻ ചെയ്യാറുണ്ടെങ്കിൽ അവരോട് എത്രയും പെട്ടെന്ന് ഇൻഫോം ചെയ്യാം. ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. അതുപോലെ തന്നെ ഈ ഇൻഫർമേഷൻ, XIQ എക്സാമിനെ പറ്റി ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. രജിസ്ട്രേഷൻ ലിങ്കും ഡീറ്റെയിൽസും എല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഡിസ്ക്രിപ്ഷനിലും വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലും എല്ലാം കൊടുത്തിട്ടുണ്ട്. സോ വെൽക്കം ബാക്ക് എവരി വൺ. ഓക്കെ, സോ ഇനി ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്ന അഥവാ എൻ്റെ ക്ലാസ്സിൽ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് വേണ്ടി എന്നെ പരിചയപ്പെടുത്താം. ഞാൻ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടക്കലിലെ ഫിസിക്സ് ഫാക്കൽറ്റിയാണ്. എൻ്റെ പേര് ഫവാസ്. 2017 മുതൽ ഞാനിവിടെ ഫാക്കൽറ്റിയാണ്, ഫിസിക്സ് ആണ് ക്ലാസ് എടുക്കുന്നത്. മദ്രാസ് IIT നിന്ന് XandYയിലുള്ള ഷഫീർ സാറും ഞാനൊക്കെ ഒന്നിച്ച് പഠിച്ച ആളുകളാണ്. സോ ബാച്ച്മേറ്റ്സ് ആണ്, ഈവൻ സ്കൂളിൽ ഞങ്ങൾ ബാച്ച്മേറ്റ്സ് ആണ്. സോ 2011 മുതൽ 2016 വരെ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമാണ് മദ്രാസ് IITയിൽ ഞാൻ ചെയ്തത്. അതിനുശേഷം അറൌണ്ട് 1 ഇയർ മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നു. ആഫ്റ്റർ ദാറ്റ് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫിസിക്സ് ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഓൾമോസ്റ്റ് 7 years ആയി. സോ നെക്സ്റ്റ് അക്കാഡമിക് ഇയർ ഓൺവേർഡ്സ് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടക്കലും XandY ലേണിംഗും കൂടെ ജോയിൻ ചെയ്ത് പ്യൂർലി JEE ഫോക്കസ് ചെയ്യുന്ന ഓൺലൈൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിലേക്കുള്ള സ്ക്രീനിങ് കം സ്കോളർഷിപ്പ് ടെസ്റ്റ് ആണ് XIQ. ഡിസംബർ 2-നാണ് എക്സാം. അതിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ട് IIT, NIT പോലുള്ള സ്ഥാപനങ്ങൾ സ്വപ്നം കാണുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ട് JEE മെയിനും JEE അഡ്വാൻസ് എക്സാമും ക്രാക്ക് ചെയ്യണം എന്ന് വിചാരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എപ്പിസോഡ് 7 നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാണ് സാധാരണത്തെ പോലെ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ സോണാർ ഡിവൈസ് ഓൺ എ സബ്മറൈൻ സെൻഡ്സ് ഔട്ട് സിഗ്നൽ ആൻഡ് റിസീവ്സ് an echo 10 seconds later. The speed of the sound in water if the distance of the object from the submarine is 6250 meters. Okay, so sound wave ന്റെ പ്രൊപ്പഗേഷനും അതുപോലെ തന്നെ ഡിസ്റ്റൻസ്, സ്പീഡ്, എക്കോ, റിഫ്ലക്ഷൻ അതുമായി ബന്ധപ്പെടുത്തി കണക്ട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാം. I'll give you 2 minutes. ഓക്കെ, സോ എക്കോ വരുന്നുണ്ടോ? ഓക്കെ, സോ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ഫൈൻ, നോ പ്രോബ്ലം. JJ മീഡിയ കമന്റ് ചെയ്തിട്ടുള്ളത് ഓൺലൈൻ ക്ലാസ് പലതും നടക്കുന്നില്ല, എനിക്ക് ഓൺലൈൻ എടുക്കണോ ഓഫ്ലൈൻ എടുക്കണോ എന്നൊരു കൺഫ്യൂഷൻ. രണ്ടിനും അതിൻ്റെതായ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട്. സോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കമന്റ്സ് ഒക്കെ ആക്ച്വലി അജ്മൽ സാറ് പല വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. എൻ്റെയും പല ഒപ്പീനിയൻസും അതുമായിട്ട് മാച്ച് ചെയ്യുന്ന തരത്തിൽ തന്നെയാണ്. നിങ്ങളുടെ
റൊട്ടീൻസ് ഒക്കെ കൃത്യമായി ഫോളോ ചെയ്യുന്ന സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ തയ്യാറായിട്ടുള്ളൊരു സ്റ്റുഡൻ്റ് ആണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊരു ഓൺലൈൻ പ്രോഗ്രാം ഹെൽപ്ഫുൾ ആവും. കാരണം ഓൺലൈൻ പ്രോഗ്രാമിൽ നമ്മൾ ഒരുപാട് സമയം അതുമായിട്ട് എൻഗേജ് ചെയ്യേണ്ടില്ല. നമുക്ക് റെക്കോർഡഡ് വീഡിയോസ് അവൈലബിൾ ആകും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ടൈമിനനുസരിച്ച്, നമ്മുടെ ഷെഡ്യൂളിനനുസരിച്ച് നമുക്ക് ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സസ് വേണ്ട സമയത്ത് കേൾക്കാം, കുറച്ചുകൂടെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കണമെങ്കിൽ കേൾക്കാം. അതുപോലെ തന്നെ നമുക്ക് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യണമെങ്കിൽ, നമുക്ക് അറിയാവുന്ന കൺസെപ്റ്റ് ആണെങ്കിൽ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് ഓൺലൈൻ ക്ലാസ് റൂമുകൾക്ക് ഉണ്ടാവും. അതേസമയം ഓഫ്ലൈൻ ക്ലാസ് റൂമിലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവിടെ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവാൻ ഒരു സിസ്റ്റം അവിടെ ബിൽഡ് ചെയ്ത്, നമ്മളെ സ്കൂളിലാണെങ്കിലും ഒരു കോച്ചിങ് സെന്ററിലാണെങ്കിലും അവിടെ ചെന്നിരിക്കുന്നതുകൊണ്ട് വേറെ നമുക്ക് ഒരു ഡിവൈസ് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ടൈം വേസ്റ്റ് ചെയ്യാനുള്ള യാതൊരു സാധ്യതയും ഇല്ലാതാകുന്നതോടെ നമ്മൾ പഠിക്കാൻ നിർബന്ധിതരാകും. അങ്ങനെ അത് ആവശ്യമുള്ള ആളുകളുണ്ടാവും. കാരണം സ്വന്തമായിട്ട് സെൽഫായിട്ട് ഡിസ്ട്രാക്ഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. സോ അങ്ങനെ വരുമ്പോൾ അതിനും അതിൻ്റെതായ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട്. സോ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് എന്നതിനനുസരിച്ചാണ് നിങ്ങൾ വെദർ യു ഷുഡ് ജോയിൻ ഓൺ ഓൺലൈൻ കോഴ്സ് ഓർ ഓഫ്ലൈൻ കോഴ്സ് എന്ന് തീരുമാനിക്കേണ്ടത്. ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ. സോണാർ ഡിവൈസ് ഓൺ എ സബ്മറീൻ സെൻസ് ഔട്ട് എ സിഗ്നൽ ആൻഡ് റിസീവ്സ് ആൻ എക്കോ. എക്കോ എന്ന് പറഞ്ഞാൽ റിഫ്ലക്ഷൻ 10 seconds later. സോ ഇവിടെ നിന്നാണ് സോഴ്സ് ഉള്ളത്. ഈ കാണുന്ന സോഴ്സ് അങ്ങനെ പോയി സെൻഡ് ചെയ്ത് തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് തിരിച്ച് ഇവിടെ എത്താൻ ടോട്ടൽ ടൈം 10 seconds ആണ്. എന്ന് വെച്ചാൽ ഇങ്ങോട്ട് എടുക്കുന്ന ടൈം 5 seconds ആണ്. നൗ the speed of the sound in water if the distance of the object from the submarine is 6250. So ഇത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6250 മീറ്റർ ആണ്. അതിനെടുക്കുന്ന സമയം 5 seconds അങ്ങോട്ടും 5 seconds ഇങ്ങോട്ടും. So velocity is equal to displacement by time, which is 6250 meter divided by 5 seconds, which is 1250 meter per second. So the correct answer is 1250 meter per second. Right answer is option B. Okay. Moving on to the next one. I hope that question is clear. Dheeraj answer പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് ആയിട്ട്. JJ media answer 1400 ആണ് പറഞ്ഞുള്ളത്. So 450 ആണ് പറഞ്ഞുള്ളത്. That is wrong. എന്ത് പറ്റിയെന്ന് അറിയില്ല. Anyway, so can we move on to the next question? Is that clear? Yes. Okay, so let's move to the next question. Which of the following correctly describes the magnetic field near a long straight current carrying wire? Long straight current carrying wire ne ചുറ്റുമുള്ള magnetic field near a long straight current carrying wire. So ഒരു straight current carrying conductor ആണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ലോങ് സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആണെങ്കിൽ അതിൽ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിന് ചുറ്റുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രത്യേകതകൾ, ഫീൽഡ് ലൈൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സർക്കുലാർ കറണ്ട് ക്യാരിയിങ് ലൂപ്സ് ആണ്. അതിന്റെ സെന്റേഴ്സ് എല്ലാം ആ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിലായിരിക്കും. അത് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ലൈന് ഈ സർക്കിൾസിന്റെ ഒരു ആക്സിസ് ആയിട്ട് വരുന്ന രീതിയിലാണ് ഉണ്ടാവുക. സോ അതൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ആൻസർ ഏതാണ്? The correct answer is yes. The field consists of straight lines. Field is not of straight lines. The field consists of straight lines. Once again wrong. Field consists of radial. ഈ റേഡിയൽ ലൈൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഞാനൊരു ഫിഗർ വരയ്ക്കാം. റേഡിയൽ ലൈൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള ഫീൽഡ് അവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരുന്ന രീതിയിൽ, ഇതാണ് റേഡിയൽ ലൈൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് ഈസ് ഓൾസോ റോങ്. സോ അതുകൊണ്ട് അതുമല്ല ആൻസർ. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ദ ഫീൽഡ് കൺസിസ്റ്റ് ഓഫ് കോൺസെൻട്രിക് സർക്കിൾസ് സെന്റേർഡ് ഓൺ ദ വയർ. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളാണ് അതൊക്കെ. മറ്റൊന്ന് കോൺസെൻട്രിക് സർക്കിൾസ്. JJ മീഡിയ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. യെസ്, JJ മീഡിയ ഈ എന്താ പറയുക, പ്രൊഫൈൽ നെയിം എങ്ങനെ വന്നു എന്നുള്ളത് ഐ എം ക്യൂരിയസ് അബൌട്ട് ദാറ്റ്. നമുക്ക് പിന്നെ നേരിൽ കാണുകയാണെങ്കിൽ അപ്പോൾ സംസാരിക്കാം. ഇൻ ദ ഗിവൺ സർക്യൂട്ട് ദ കറന്റ് ത്രൂ 20 ohm ഈസ്. ഓക്കെ, 3 റെസിസ്റ്റേഴ്സ്, 12 വോൾട്ട് ബാറ്ററി, അതിൽ 20 ഓമിലൂടെ ഉള്ള കറണ്ട് എത്ര? ഈ കറണ്ട് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. ശ്രദ്ധിക്ക്, ഈ കാണുന്ന 3 റെസിസ്റ്റേഴ്സും പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇവിടെ 12 വോൾട്ട് ആണ്, എല്ലാത്തിനും 12 വോൾട്ട് ആണ് ഉണ്ടാവുക. സോ ഇതിലൂടെയുള്ള കറണ്ട് എന്ന് പറയുമ്പോൾ I എന്ന് എടുത്തു കഴിഞ്ഞാൽ I ഈസ് ഈക്വൽ ടു
12 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ അവിടുത്തെ റെസിസ്റ്റൻസ് മാത്രം എടുത്താൽ മതി, വിച്ച് ഈസ് 20 ഓം. ജെ മീഡിയ 0.2 എന്ന് പറഞ്ഞിട്ടുണ്ട്, ഐ ഡോണ്ട് നോ വൈ. സോ 12/20 ഇറ്റ്സ് 3/5 വിച്ച് ഈസ് 0.6 ആംബിയർ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഡിഡ് ഐ മേക്ക് എ മിസ്റ്റേക്ക്? എനിക്ക് എന്തെങ്കിലും പറ്റിയോ? 20 ohm 12 വോൾട്ട് ബാറ്ററി 12 വോൾട്ട് ആണ്. സോ ഓരോന്നിലുള്ള കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ ഇവിടെ 12/10 വരും വിച്ച് ഈസ് 1.2 ആംബിയർ. ഇവിടെ 12/60 വരും വിച്ച് ഈസ് 12/60 എന്ന് പറഞ്ഞാൽ 1/5 വിച്ച് ഈസ് 0.2 ആംബിയർ. ഇത് 0.6 ആംബിയർ. ഓക്കെ, ജെ മീഡിയക്ക് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ എപ്പോഴും സ്പീഡ് ചെയ്യുന്നതാണ് പ്രശ്നം. സി, ഞാൻ സ്റ്റുഡൻസിൻ്റെ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ സ്പീഡ് ചെയ്യുമ്പോൾ തെറ്റിയതാണെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ല. നമുക്ക് നെഗറ്റീവ് മാർക്ക് കിട്ടാനുള്ളത് കിട്ടും, നമുക്ക് ആൻസർ തെറ്റും, നമുക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. സോ ഫസ്റ്റ് തിങ് ആക്യുറസിയാണ്. ഫസ്റ്റ് തിങ് കറക്റ്റ് ആൻസർ കിട്ടുക എന്നുള്ളതാണ്. ദെൻ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ സ്പീഡ് അക്വയർ ചെയ്യും. അല്ലാതെ ഒരിക്കലും സ്പീഡ് അല്ല ഫസ്റ്റ് വേണ്ടത്. ഫസ്റ്റ് പ്രയോറിറ്റി ഫോർ ദ കറക്റ്റ് ആൻസർ, ദെൻ ഫോർ സ്പീഡ്. ഓക്കെ, സ്പീഡ് നമ്മൾ പിന്നീട് അക്വയർ ചെയ്യും. ഓക്കെ, സ്പീഡ് ചെയ്യണ്ട, ഇവിടെ ഒരു തിരക്കുമില്ല. കറക്റ്റ് ആൻസർ പറ. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്, കറക്റ്റ് ആൻസറിലേക്ക് എത്തണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. സോ കുറെ കൂടെ ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ എപ്പിസോഡ് 7 ആണ്. XIQ എക്സാം December 2 നടക്കുന്നത് നിങ്ങൾക്ക് അറിയാം. യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടും XandY ലേണിംഗും കൂടെ ജോയിൻ ചെയ്ത് നെക്സ്റ്റ് അക്കാഡമിക് ഇയറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പ്യൂർലി JEE ഫോക്കസ് ചെയ്ത ഓൺലൈൻ പ്രോഗ്രാമിലേക്കുള്ള സ്ക്രീനിങ് കം സ്കോളർഷിപ്പ് ടെസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാകും. നിങ്ങൾ ഇൻഫർമേഷൻ, അതായത് IIT NIT പോലുള്ള ക്ലാസ്സസ്, സ്ഥാപനങ്ങൾ നിങ്ങൾ സ്വപ്നം കാണുന്നുവെങ്കിൽ, അവിടെയൊക്കെ പോയിട്ട് പഠിച്ച് എഞ്ചിനീയർ ആവണം എന്നൊക്കെ വിചാരിക്കുന്നുവെങ്കിൽ രജിസ്റ്റർ ചെയ്യുക, എക്സാം എഴുതുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, ജെ മീഡിയ വീണ്ടും ഫാസ്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. 1:4. ഐ ഡോണ്ട് നോ ദ ആൻസർ. നമുക്ക് ചെയ്ത് നോക്കാം. 2 കണ്ടക്ടിങ് വയേഴ്സ് ഓഫ് ദ സെയിം മെറ്റീരിയൽ ആൻഡ് ഓഫ് ഈക്വൽ ലെങ്ത് ആൻഡ് ഈക്വൽ ഡയമീറ്റേഴ്സ്. It's okay. 2 conducting wires of the same material and equal lengths and equal diameters are first connected in parallel and then in series in a circuit across the same potential difference. The ratio of the heat produced in parallel and series combination produced in a got lost. The ratio of the heat produced in parallel and series combinations would be. Okay, പറഞ്ഞുള്ള 2 കണ്ടക്ടിങ് വയേഴ്സ്, സെയിം മെറ്റീരിയൽ, ഈക്വൽ ലെങ്ത്, ഈക്വൽ ഡയമീറ്റർ എന്ന് വെച്ചാൽ രണ്ടും ഒരേ റെസിസ്റ്റേഴ്സ് ആണ്. ആദ്യം നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് V അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കും. സോ വാട്ട് വിൽ ബി ദ പവർ എന്ന് പറയുന്നത് V²/2R എന്ന് വരും. രണ്ടാമത് നമ്മൾ അത് എടുത്തിട്ട് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തു. ആദ്യം സീരീസ് എന്നല്ലേ പറഞ്ഞേ? സോറി, കണക്റ്റഡ് ഇൻ പാരലൽ ഫസ്റ്റ്, ദെൻ ഇൻ സീരീസ് എന്നാ പറഞ്ഞേ. ഓക്കെ, സോ അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V തന്നെ അപ്ലൈ ചെയ്യുന്നു. സോ റെസിസ്റ്റൻസ് R. സോ പവർ ഈസ് ഈക്വൽ ടു V²/ അവിടെ റെസിസ്റ്റൻസിന്റെ എഫക്റ്റീവ് വാല്യൂ ഇറ്റ്സ് R/2 എന്ന് വെച്ചാൽ ഇറ്റ്സ് 2V²/R. സോ അപ്പോൾ അതിന്റെ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് പാരലൽ സീരീസ്, സോ പവർ ഇൻ പാരലൽ ബൈ പവർ ഇൻ സീരീസ്. ഒന്നും കൂടെ, സർക്യൂട്ട് first connected in parallel then in series in a circuit across the same potential difference. The ratio of the heat produced in parallel and series combinations would be. So parallel series ആദ്യം 2V²/R, രണ്ടാമത് V²/2R. സോ എന്ത് ചെയ്യും? V² കട്ടാകും, R കട്ടാകും, ആ 2 കൂടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ the right answer is 4:1. ഓക്കെ, ജെ മീഡിയക്ക് വീണ്ടും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. It's 4:1, right? Isn't it 4:1? ബാക്കിയുള്ളവർ ചെയ്തോ? First in parallel, then in series. Circuit across the same potential difference. So the right answer is 4:1. Parallel ആണ് കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുക സീരീസിനെക്കാളും. ഓക്കെ, ഒരേ റെസിസ്റ്റേഴ്സ് രണ്ടെണ്ണം പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്നു, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. സോ പാരലൽ ആണ് കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, സോ കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണോ? Do I need to explain that? ഓക്കെ, സ്റ്റെപ്പിൽ തെറ്റിപ്പോയതാണ്. വൺസ് അഗൈൻ ഞാൻ പറയുന്നു, ഫാസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല.
ഫാസ്റ്റ് ആവേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യുക. ഓക്കെ, സോ എനിവേ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An electric bulb is rated at 220 volt and 100 watt. When it is operated on 110 volt, the power consumed will be. So, ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൻ്റെ വോൾട്ടേജും പവറും തന്നിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ പകുതി വോൾട്ടേജ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. പകുതി വോൾട്ടേജ് മാത്രമേ. ഓക്കെ, ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ആണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. ഞാൻ പവർ ആണ് കാൽക്കുലേറ്റഡ്, ബട്ട് ദാറ്റ്സ് ഓൾസോ ഫൈൻ. ടൈം സെയിം ആയിരിക്കും. സോ ഇലക്ട്രിക് ബൾബ് ഈസ് റേറ്റഡ് 220 വോൾട്ട് 100 വാട്ട്. When it is operated on 110 volt, the power consumed will be. Okay. So മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഇലക്ട്രിക് ബൾബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഉദ്ദേശിക്കുന്ന ഇൻകാൻഡസെന്റ് ബൾബാണ്, വിച്ച് ഈസ് സിംപ്ലി എ റെസിസ്റ്റർ. ആ റെസിസ്റ്റൻസിന്റെ റേറ്റഡ് വോൾട്ടേജ് 220യും റേറ്റഡ് വാട്ടേജ് 100 ആണ്. ഓക്കെ, ജെ മീഡിയ ചോദിക്കുന്ന ഏത് ക്വസ്റ്റ്യൻ ആണ്? ഈ ക്വസ്റ്റ്യൻ നമ്പർ 4 ആണോ? യെസ്. ഈ ക്വസ്റ്റ്യൻ്റെ കാര്യമല്ലേ? രണ്ട് റെസിസ്റ്റേഴ്സ് നമ്മൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്നു. എന്നിട്ട് സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസിലേക്ക് കണക്ട് ചെയ്യുന്നു. 6. ഓക്കെ, സോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പവർ ഈസ് ആക്ച്വലി വി സ്ക്വയർ ബൈ പാരലൽ ആവുമ്പോൾ R/2, വിച്ച് ഈസ് 2v²/r. അത് നമ്മൾ സീരീസിലാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ R/v പവർ ഈസ് ഈക്വൽ ടു P1 P2 എന്നെടുത്താൽ v²/2r. ഇനി അത് ഹീറ്റ് ആണ് വേണ്ടതെങ്കിൽ അവിടെ എന്തുണ്ടാവുള്ളൂ? ഇപ്പോൾ ഹീറ്റ് 1 ഈസ് 2v²/r ഇൻറ്റു ടൈം ഉണ്ടാകും. ഇവിടെ ഹീറ്റ് 2 ഈസ് ഈക്വൽ ടു v²/2r ഇൻറ്റു ടൈം ഉണ്ടാകും. സോ h1/h2 എന്ന് പറയുമ്പോൾ 2v²/r ഇൻറ്റു ടി താഴെ v²/2r ഇൻറ്റു ടി. സോ ഇവിടെ നമുക്ക് v²/r ക്യാൻസൽ ആകും, ടി ക്യാൻസൽ ആകും. ആൻഡ് താഴെ കിടക്കുന്ന ഡിനോമിനേറ്ററുള്ള 2 മുകളിലേക്ക് വരും. ദ റൈറ്റ് ആൻസർ ഈസ് 4, വിച്ച് മീൻസ് 4:1. അത് തന്നെയാണ് നമുക്ക് നേരത്തെയും കിട്ടിയത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ നമ്മുടെ റേറ്റഡ് പവർ എന്ന് വേണമെങ്കിൽ പറയാം. റേറ്റ് ചെയ്ത പവർ, റേറ്റഡ് പവർ എന്ന് പറഞ്ഞാൽ റേറ്റഡ് വോൾട്ടേജ് സ്ക്വയർ ബൈ റെസിസ്റ്റൻസ് ആണ്. സോ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു റേറ്റഡ് വോൾട്ടേജ് സ്ക്വയർ ഡിവൈഡഡ് ബൈ റേറ്റഡ് പവർ. അതായത് 100 വാട്ട് ബൾബ് മോനെ ആദ്യം പാരലലും പിന്നെ സീരീസും ആണ്. ഓക്കെ, സോ എനിവേ റെസിസ്റ്റൻസിൽ VR², റേറ്റഡ് പവർ, റേറ്റഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 220 വോൾട്ട് കൊടുത്താൽ മാത്രമേ 100 വാട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ VR²/PR എന്ന് പറയുന്നതാണ് റെസിസ്റ്റൻസ്. ഇനി നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ്, ഇതിലേക്ക് നമ്മൾ വെറും കൊടുക്കുന്ന വോൾട്ടേജ് 110 വോൾട്ട് ആണ്. നമ്മൾ കൊടുക്കുന്നത് 110 വോൾട്ട് ആണെങ്കിൽ അപ്പോൾ ആക്ച്വൽ പവർ ഈസ് v²/r എന്ന് വെച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജ് ആണ് V. ഓക്കെ, സോ v²/r നമുക്ക് ഈ കാണുന്ന ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ കാണുന്ന സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് VR²/PR എന്ന് കിട്ടും. സോ മേ ബി നിങ്ങൾ ഈ ഫോർമുല പഠിച്ചിട്ടുണ്ടാവും, V/VR the whole square into PR. സോ ദ ആക്ച്വൽ പവർ ഈസ് ഈക്വൽ ടു V, നമ്മൾ അപ്ലൈ ചെയ്തത് 110, റേറ്റഡ് വോൾട്ടേജ് 220, the whole square into the rated power is 100. So 110 by 220 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ന്റെ സ്ക്വയർ 1/4 into 100, which is 25 watts. Okay, the correct answer is option D. The correct answer is option D. നിങ്ങൾ ഈ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ടോ? ഈ ഫോർമുല, ദിസ് വൺ ഓൾറെഡി പഠിക്കുന്ന ഫോർമുലയാണോ ധീരജ്? യെസ്, ഫോർമുല പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് റിയലി ഈസി. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് റെസിസ്റ്റൻസ് ഉണ്ടാക്കി കണ്ടുപിടിച്ച് ആ കാണുന്ന റെസിസ്റ്റൻസ് വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. പഠിച്ചിട്ടുണ്ടോ ഓൾറെഡി? എനിവേ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ.
An electron is projected towards west. Magnetism എന്നുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. An electron is projected towards west is deflected towards north by a magnetic field. The direction of the magnetic field is. Okay. I'll give you 10 seconds. You can work this out. ഇതൊന്ന് പെട്ടെന്ന് വർക്കൗട്ട് ചെയ്തിട്ട് പറഞ്ഞേ. An electron is projected towards west is deflected towards north by a magnetic field. The direction of the magnetic field is north, south, east and west. JJ ഞാൻ ആക്ച്വലി ഞാൻ ആദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ സീരീസും പാരലാണ്. നമ്മൾ സാധാരണ അങ്ങനെയാണല്ലോ പറയുന്നത്, ആദ്യം സീരീസ് പിന്നെ പാരലൽ എന്നല്ലേ പറയാം. അങ്ങനെയാണെന്ന് വിചാരിച്ചിരുന്നു. ബട്ട് ഞാൻ പിന്നെ വീണ്ടും ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മൾ വൺസ് അഗെയിൻ എപ്പോഴും നമ്മൾ എന്താ പറയുക, ക്വസ്റ്റ്യൻ വീണ്ടും വായിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ ഏതെങ്കിലും പോയിന്റ്സ് മിസ് ചെയ്തോ എന്നുള്ളത് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, ഏതായാലും ഈ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നോ പ്രോബ്ലം. ഈ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഈസ് പ്രൊജക്റ്റഡ് ടുവേർഡ്സ് വെസ്റ്റ് എന്ന് വെച്ചാൽ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി വെസ്റ്റിലേക്കാണ്. ഇതാണ് വെലോസിറ്റി. ഓക്കെ, നൗ ഈസ് ഡിഫ്ലക്റ്റഡ് ടുവേർഡ്സ് നോർത്ത് ബൈ എ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വെച്ചാൽ ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഈസ് ടുവേർഡ്സ് നോർത്ത്. അങ്ങനെയാണെങ്കിൽ ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്, ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ് നമ്മൾ യൂസ് ചെയ്യുക. നിങ്ങളും പഠിച്ചിട്ടുള്ളത് അതല്ലേ, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അല്ലേ പഠിച്ചിട്ടുള്ളത്. സോ ഇങ്ങനെയുള്ളൊരു വീഡിയോ ക്ലാസ്സിൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നതിന് ചില ബുദ്ധിമുട്ടുകൾ കാണിച്ചു തരാം. ധീരജ് പറയുന്നത് ആൻസർ സി ഡൗൺവേർഡ്സ് എന്നുള്ളതാണ്. എനിവേ, സോ എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ആ കാണുന്ന ലെഫ്റ്റ് ഹാൻഡിൽ ഞാൻ ടാബിൻ്റെ അടുത്ത് വെക്കാം. ഇത് നോർത്ത്. മാഗ്നറ്റിക് ഫീൽഡ് അല്ല, ഫോഴ്സ്, ദിസ് ഹാസ് ടു ബി നോർത്ത്. തമ്പാണ് ഫോഴ്സ്. അബ്ദുൽ ഹമീദ്, നോ പ്രോബ്ലം, പ്ലീസ് ജോയിൻ ഫാസ്റ്റ്. ഓക്കെ, തമ്പാണ് ഫോഴ്സ്, മിഡിൽ ഫിംഗർ ആണ് വെലോസിറ്റി, ഫോർ ഫിംഗർ ആണ് അല്ലെങ്കിൽ ഇൻഡെക്സ് ഫിംഗർ ആണ് മാഗ്നറ്റിക് ഫീൽഡ്. സോ ഫോഴ്സ്, വെലോസിറ്റി ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡർ ആണ്, ലെഫ്റ്റ് ഹാൻഡ് തന്നെ യൂസ് ചെയ്യണം. സോ ഐ ക്യാൻ സീ ഇൻ ദ ടാബ്, ഞാനത് വെച്ചിട്ടുള്ളത് അതിനനുസരിച്ചാണ്. സോ വെലോസിറ്റി, ഫോഴ്സ് നോർത്തിലേക്ക്, വെലോസിറ്റി വെസ്റ്റിലേക്ക്, ഫോഴ്സ് നോർത്തിലേക്ക്. സോ മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് ഹാസ് ടു ബി അപ്വേർഡ്. ദ റൈറ്റ് ആൻസർ ഈസ് അപ്വേർഡ്. മാഗ്നറ്റിക് ഫീൽഡ് അപ്വേർഡ് ആണ്. ഓക്കെ, സോ റൈറ്റ് ആൻസർ ഈസ് അപ്വേർഡ്. സോ ധീരജ് ചെയ്തെടുത്ത് ധീരജ് സി എന്നല്ലേ പറഞ്ഞത്? യെസ്, ഡൗൺവേർഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ സംതിങ് റോങ് വിത്ത് ദാറ്റ്. ഒന്നും കൂടെ ലെഫ്റ്റ് ഹാൻഡിന് പകരം റൈറ്റ് ഹാൻഡ് ഒന്നും യൂസ് ചെയ്തിട്ടില്ലല്ലോ. അത് ശരിയായില്ലേ? ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. If a resistance coil is made by joining in parallel, two resistances each of 20 ohm, EMF of 2 volt is applied across this coil for 100 seconds. The heat produced in the coil is, okay, resistance coil is made by joining in parallel. Okay. ധീരജ് പറഞ്ഞത് കറക്റ്റ് ആണ്. I think I made a mistake. This is an electron. Sorry. That's my mistake. Sorry. എനിക്കാണ് നെഗറ്റീവ് മാർക്ക് വന്നുള്ളത്. This is an electron. എനിക്ക് സാധാരണ പറ്റാറുള്ളൊരു അബദ്ധമാണ്. This is an electron. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആണ്. സോ നെഗറ്റീവ് ചാർജിന്റെ കേസിൽ ഈ പറയുന്ന റൂള് നമ്മൾ ഉപയോഗിക്കുന്നത് പോസിറ്റീവ് ചാർജിനാണ്. സോ ഈ പറയുന്ന ഫോഴ്സ് ഇലക്ട്രോൺ അങ്ങോട്ട് ഷിഫ്റ്റ് ആയെങ്കിൽ അതിൻ്റെ നമുക്ക് എന്താണോ പോസിറ്റീവ് ചാർജിന് എങ്ങനെയാണോ കിട്ടുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് വരിക. സോ ദ റൈറ്റ് ആൻസർ ഹാസ് ടു ബി ഡൗൺവേർഡ്. താങ്ക് യു ഫോർ കറക്റ്റിംഗ് മീ. ഡൗൺവേർഡ് കറക്റ്റ് ആണ്. കൺവെൻഷണൽ കറണ്ട് ആണ് യൂസ് ചെയ്യേണ്ടത്, ഓർ സിംപ്ലി പോസിറ്റീവ് ചാർജിൻ്റെ ആണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള്.
സോ പോസിറ്റീവ് ചാർജ് അല്ല നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ് വരിക. അത് കറക്റ്റ് ആൻസർ ഈസ് ഡൗൺവേർഡ് ഇലക്ട്രോൺ ആയതുകൊണ്ട്. ഇതാണ് ഈ പറയുന്ന പോയിന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ചാർജ് ആണെന്ന് എക്സ്പ്ലിസിറ്റ് ആയി പറയാതെ നമ്മളെ പറ്റിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഇലക്ട്രോൺ എന്ന് മാത്രം പറയാം. അപ്പം നമ്മൾ ചാർജ് എന്ന് മാത്രം ആലോചിച്ച് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂള് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പറ്റാവുന്ന ഒരു മിസ്റ്റേക്കാണ് ഇപ്പോൾ എനിക്ക് പറ്റിയത്. സോ എനിക്ക് കുഴപ്പമില്ല, നിങ്ങളാണ് സ്റ്റുഡൻസ്, നിങ്ങളാണ് എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാർ. സോ താങ്ക് യു ഫോർ കറക്റ്റിംഗ് മീ, ധീരജ്. So if a resistance coil is made by joining in parallel two resistance each of 20 ohm, 20 ohmന്റെ രണ്ടെണ്ണം നമ്മൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തു. 20 ohmന്റെ രണ്ടെണ്ണം നമ്മൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തു. ആൻഡ് EMF of 2 volt is applied across the coil for 100 seconds. The heat produced in the coil is, so heat നമുക്ക് V square by R into T എന്ന് കൊടുക്കാം. വോൾട്ടേജ് 2 square divided by resistance 20 പാരലൽ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് 10 and for 100 seconds. So this is 4 into 10, 40 joule. The right answer is option 3, 40 joule. എനിക്ക് അലോട്ട് ചെയ്തിട്ടുള്ള ടൈം ഒരു 40 minutes 45 minutes ഒക്കെയാണ്. സോ ഞാൻ കുറച്ചൊന്ന് ഡിലേ ആയതുകൊണ്ട് കുറച്ചൊന്ന് റഷ് ചെയ്യാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. സോ 40 joule, that is correct. Moving on to the next one. In a region of 10 raised to 19, this is alpha. Okay, alpha ആണ് പ്രിന്റ് ചെയ്ത് വരുമ്പോൾ ഇഷ്യൂ ആണ്. In a region of 10 raised to 19 alpha particles and 10 raised to 19 protons move to the left, while 10 raised to 10 electron moves to the right. 10 raised to 10 electrons moves to the right. Per second the current is. Okay, so 10 raised to 19 alpha moving to the right, 10 raised to 19 protons moving to the right, and sorry right alla adu rendu left. 10 raised to 19 alpha particles and 10 raised to 19 proton move to the left, and 10 raised to 10 electrons, 10 raised to 10 electrons, 10 raised to 10 electrons move to the right. എനിക്ക് ജെജമിയുടെ ചോദിച്ചൊരു കൺഫ്യൂഷൻ എനിക്കുണ്ട്. ഇത് 10 raised to 10 ആണോ 19 ആണോ എന്നുള്ളത്. ഇറ്റ്സ് പ്രോബബ്ലി 19. ലെറ്റ്സ് കറക്റ്റ് ഇറ്റ്. നമ്മൾ 19 ആയിട്ട് അത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം നോക്കാം. ഇതിന് ഞാൻ 10 raised to 19 ആക്കുന്നത് ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആവാനാണ് സാധ്യത. സോ ഇറ്റ്സ് 10 raised to, ലെറ്റ്സ് കൺസിഡർ 10 raised to 19. ഓക്കെ, സോ ആദ്യം ഞാൻ മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടി ആദ്യമേ പറയുന്ന കാര്യം, ആൽഫ ലെഫ്റ്റിക് ആണെങ്കിൽ കറണ്ട് ലെഫ്റ്റിക് ആണ്, പ്രോട്ടോൺ ലെഫ്റ്റിക് ആണെങ്കിൽ കറണ്ട് ലെഫ്റ്റിക് ആണ്, ഇലക്ട്രോൺ റൈറ്റിക് ആണെങ്കിലും കറണ്ട് ലെഫ്റ്റിക് ആണ്. സോ എല്ലാ കറണ്ടും നമുക്ക് ആഡ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ഇനി 10 raised to 19 ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൽഫയുടെ ചാർജ് 2 യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ്. എന്ന് വെച്ചാൽ 2 into 1.6 into 10 raised to 19. This is the current due to alpha. Now current due to proton, it's 10 raised to 19 into 1.6 into 10 raised to minus 19. അതുപോലെ തന്നെ ഇലക്ട്രോണിന്റെ കേസിലും 10 raised to 19 ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 1.6 into 10 raised to minus 19. So this is actually 3.2. This is 1.6. This is 1.6. Total, it is 6.4 ampere, and it will be towards the left. So 6.4 ampere towards the left. That seems the right answer. Okay, അതാണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ സി. സോ ഇത് ഈ ഒരു കറക്ഷൻ ടൈപ്പിംഗിൽ വന്നതാണ്. 10 raised to 19 ആണ് വേണ്ടത്, 10 raised to 10 അല്ല. ഓക്കെ, സോ ആൻസർ കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. A voltmeter and an ammeter are connected in a circuit as shown in the diagram. The reading of the ammeter in ampere will be. Voltmeter and an ammeter are connected in a circuit as shown in the diagram. Voltmeter ammeter നിങ്ങൾ കാണുന്നുണ്ടല്ലോ. The reading of the ammeter in the ampere will be. Okay. Why 0? എന്തുകൊണ്ട് 0? JJ Media 0 എന്ന് ആൻസർ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? ഒരു ഷോർട്ടായിട്ട് ചാറ്റിലൊന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? വൈ? എന്താണ് അതിൻ്റെ കാരണം? ഐ അഗ്രി ദാറ്റ് ദ ആൻസർ ഈസ് 0. ബിക്കോസ് അമ്മീറ്റർ പാരലലായി കണക്ട് ചെയ്തു എന്നതാണോ കാരണം? ദ റീഡിംഗ് ഓഫ് ദ അമ്മീറ്റർ ഇൻ ആംബിയർ, അമ്മീറ്റർ പാരലലായി കണക്ട് ചെയ്തു. ധീരജ് പറയുന്നത് ഓക്കെ, ബി തന്നെയാണ് പറയുന്നത്. സോ എന്താണ് കാരണം? ബിക്കോസ് അമ്മീറ്റർ, ഞാൻ എന്താ പറയുക, സെൻറ്റൻസ് മുഴുവനാക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അമ്മീറ്റർ ഷുഡ് ബി കണക്റ്റഡ് ഇൻ സീരീസ്.
ഓക്കെ, അമ്മീറ്റർ പാരലായി കണക്ട് ചെയ്തു എന്ന് വിചാരിച്ച് അമ്മീറ്റർ റീഡിംഗ് ഒന്നും തരില്ല എന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല കേട്ടോ. അതായത് ഇപ്പോൾ ഒരു റെസിസ്റ്റർ 10 ohm, ഇപ്പോൾ ഇവിടെ അമ്മീറ്റർ, ഓക്കെ അങ്ങനെയല്ല, സോറി, ഇപ്പോൾ ഇതൊരു 10 വോൾട്ട് 10 ohm, നമുക്കറിയാം ഇത് 1 ആംപിയർ ആണ്. ഞാൻ ഇവിടെ ഒരു അമ്മീറ്റർ കണക്ട് ചെയ്തു, പാരലായിട്ട് കണക്ട് ചെയ്യാൻ പാടില്ല, ശരിയാണ്. കണക്ട് ചെയ്താൽ വാട്ട് വിൽ ബി ദ റീഡിംഗ്? ഇപ്പോൾ റീഡിംഗ് 0 ആയിരിക്കും. ഈ കേസിൽ ഞാൻ ഒരു ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ തരാണ്. ആ ക്വസ്റ്റ്യൻ്റെ കേസിൽ വാട്ട് വിൽ ബി ദ റീഡിംഗ്? ഈസ് ഇറ്റ് 0? ഇതിൻ്റെ ആൻസർ 0 ആണെന്ന് ഞാനും സമ്മതിക്കുന്നു. പക്ഷേ അമ്മീറ്റർ പാരലായി കണക്ട് ചെയ്തു എന്നതല്ല അതിൻ്റെ ആക്ച്വൽ റീസൺ. ഓക്കെ, കാരണം അമ്മീറ്റർ പാരലൽ ആണെങ്കിലും അമ്മീറ്റർ റീഡിങ് കാണിക്കാം. ഇതിൻ്റെ ആക്ച്വൽ റീസൺ എന്ന് പറയുന്നത് അമ്മീറ്റർ അല്ല അവിടുത്തെ പ്രശ്നക്കാരൻ. അവിടുത്തെ പ്രശ്നക്കാരൻ ആക്ച്വലി വോൾട്ട് മീറ്റർ ആണ്. വോൾട്ട് മീറ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വോൾട്ട് മീറ്ററിന്റെ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റിയാണ്. വോൾട്ട് മീറ്റർ സീരീസ് ആയി കണക്ട് ചെയ്യുന്ന ഇതിലൂടെ കറണ്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ പറയുന്ന 5 ohmലും ഈ പറയുന്ന അമ്മീറ്ററിലും രണ്ടിലും കറണ്ട് 0 ആയിരിക്കും. ഓക്കെ, സോ അവിടുത്തെ പ്രശ്നക്കാരൻ ആക്ച്വലി വോൾട്ട് മീറ്ററിന്റെ ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ്, വെരി ഹൈ റെസിസ്റ്റൻസ് എന്നുള്ളതാണ്. സോ അതാണ് കാരണം. ഓക്കെ, സോ ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, അമ്മീറ്ററും വോൾട്ട് മീറ്ററും കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണോ അങ്ങനല്ല കണക്ട് ചെയ്ത്, അതൊക്കെ തന്നെയാണ് പ്രശ്നം. ബട്ട് അമ്മീറ്ററിനേക്കാളും പ്രശ്നക്കാരൻ ആക്ച്വലി വോൾട്ട് മീറ്റർ ആണ്. ഏതായാലും മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ an ideal voltmeter resistance is infinite, current through the circuit is 0. Very good. JJ media ഇപ്പോൾ കറക്റ്റ് ആണോ? ഓക്കെ, നെക്സ്റ്റ് സൗണ്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഫ്രീക്വൻസി ഓഫ് സൗണ്ട് വേവ് is 300 Hz and velocity of sound wave in a medium is 600 meter per second. The wavelength of the wave in the medium in meter is. വേഗം ആൻസർ പറഞ്ഞേ. കറക്റ്റ് ആൻസർ കേട്ടോ, കറക്റ്റ് ആൻസർ പറ. സോ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 300 Hz. വളരെ കറക്റ്റ് ആൻസർ. പെട്ടെന്ന് 2 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്, 300 Hz. വെലോസിറ്റി പറഞ്ഞിട്ടുണ്ട് 600, കറക്റ്റ്, 600 meter per second. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. ഫ്രീക്വൻസിനെ നിങ്ങൾ ഈ ലെറ്റർ കണ്ടിട്ടുണ്ടോടാ? ഈ ലെറ്റർ പരിചയമുണ്ടോ? ഫ്രീക്വൻസിക്ക് ഇങ്ങനെ ഒരു ലെറ്റർ ഉപയോഗിക്കും. നിങ്ങൾ എഫ് ആണോ അതല്ല ഈ ലെറ്റർ ആണോ ഉപയോഗിക്കാറുള്ളത്? സോ എനിവേ the wavelength is equal to V by nu. ന്യൂ എന്നാണ് ഇതിനെ പറയാം കേട്ടോ. NU, സിംപ്ലി NU, ന്യൂ. നിങ്ങൾക്ക് അറിയോ ഇല്ലെങ്കിൽ മാത്രം, അറിയുമെങ്കിൽ നോ പ്രോബ്ലം. സോ ദിസ് ഈസ് 600 divided by frequency 300. So this is equal to 2. So right answer is option B. Okay, moving on to the answer is 2 meter, option B. Moving on to the next question. A uniform wire of resistance capital R is stretched until its length becomes twice the initial value. Then the change in the resistance is XR. The value of X is. Be careful. Careful ആയിട്ട് ആൻസർ പറയണേ. Uniform wire of length. Wow, very good. Uniform wire of resistance capital R is stretched until its length becomes twice the initial value. So ഈ കാണുന്ന സാധനത്തിന്റെ റെസിസ്റ്റൻസ് ലെങ്ത് L, ക്രോസ് സെക്ഷണൽ ഏരിയ A, റെസിസ്റ്റൻസ് നമുക്ക് റോ L by A എന്നെടുക്കാം. ഇതിന്റെ ലെങ്ത് ഡബിൾ ആക്കുമ്പോൾ ക്രോസ് സെക്ഷണൽ ഏരിയക്ക് എന്ത് സംഭവിക്കും? ലെങ്ത് നമ്മൾ ഡബിൾ ആക്കി 2L ആകുമ്പോൾ ക്രോസ് സെക്ഷണൽ ഏരിയ പകുതിയാവും. സോ പുതിയ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ റോ ഇൻറ്റു ലെങ്ത് 2L ഡിവൈഡഡ് ബൈ ക്രോസ് സെക്ഷണൽ ഏരിയ A/2, വിച്ച് ഈസ് ആക്ച്വലി 4 times R. 4 times R. അവിടെ പ്രശ്നം അതല്ല. മേ ബി ഇതെല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ഒരു എക്സാമിൽ ഒരുപാട് പണി കിട്ടിയതാണല്ലേ. സോ അതുകൊണ്ടാണ് പെട്ടെന്ന് ആൻസർ പറഞ്ഞത്. എനിവേ ഗുഡ്. ദ ചേഞ്ച് ഇൻ ദ റെസിസ്റ്റൻസ്, അങ്ങനെ തന്നെയാണ് നമ്മൾ പഠിക്കുക. എപ്പോഴെങ്കിലൊക്കെ മിസ്റ്റേക്സ് വരുമ്പോൾ ആ മിസ്റ്റേക്സ് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് നമ്മൾ റിസർച്ച് ചെയ്ത് ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിച്ച് കൂടുതൽ ബുക്സ് വായിച്ച് ക്വസ്റ്റ്യൻ വീണ്ടും വായിച്ച് നോക്കി അങ്ങനെ തന്നെയാണ് നമ്മൾ ഇമ്പ്രൂവ് ആവുക. ഓക്കെ, സോ ദെൻ ദ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസിൽ വന്ന ചേഞ്ച് 4R ആയി. ദ ചേഞ്ച് ഈസ്, ദ ഡിഫറൻസ് ഈസ്, the change is actually 3R. So the right answer is option C. Okay, so 4R എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പൊടിയും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം. Okay, moving on to the next one. Question number 12. The effective resistance in ohm between the points A and B in the given circuit is. Okay, this is also a tricky question. ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിയേ. Effective resistance in ohm between the points A and B in the given circuit. ഇതിൽ effective resistance എത്രയാണ്?
നിങ്ങൾ കെയർഫുൾ ആവേണ്ട സ്ഥലം ഇതാണ്. ഗിവ് യു എ ഹിന്റ്. ഈ പോയിന്റ് ആണ് കെയർഫുൾ ആവേണ്ട സ്ഥലം. 5 ohm. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. ഇവിടെ ഈ കാണുന്ന 2 ohmഉം 2 ohmഉം സീരീസ് 4 ohm, നോ പ്രോബ്ലം. നൗ ആ കാണുന്ന 4 ohmഉം ഈ താഴെയുള്ള 4 ohmഉം കൂടെ എഫക്റ്റീവ് 2 ohm, പിന്നെ അതിൻ്റെ കൂടെ വരുന്ന സീരീസ് 3 ohmഉം കൂടെ ആഡ് ചെയ്താൽ 5 ohm. ഫൈൻ, ദാറ്റ് ഈസ് ഫൈൻ. വാട്ട് അബൌട്ട് ദിസ് വൺ? അതിൻ്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റെസിസ്റ്റൻസ് ആക്ച്വലി ചിത്രത്തിലില്ല, അല്ലെങ്കിൽ സർക്യൂട്ടിലില്ല. കാരണം ഇവിടെ വരുന്ന സർക്യൂട്ട് പിന്നെ മുകളിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഇതൊരു ഷോർട്ട് സർക്യൂട്ടാണ്. ഇതിൻ്റെ ടെർമിനൽസ് ഷോർട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ കറണ്ട് ഇതുവഴി മാത്രമേ പാസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ 5 ohm റെസിസ്റ്റർ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതേ ഇല്ല. കറണ്ട് ഇങ്ങനെയാണ് വരിക. ഇതിനെയാണ് നമ്മൾ ബേസിക്കലി ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയാം. സോ ദ ഫൈനൽ ആൻസർ ഈസ് 5 ohm ഓൺലി. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ആൻസർ പറഞ്ഞിട്ടുണ്ട്, വെരി ഗുഡ്. നെക്സ്റ്റ് വൺ കുറച്ചൊരു വലിയ ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നുന്നതാണ്. ട്രൈ ചെയ്യൂ, സമയമുണ്ട്, റിലാക്സ് ചെയ്തിട്ട് ചെയ്യും. ഡേഞ്ചർ ഡൂഡൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. യെസ്. ഇത് ജെ മീഡിയ ഓൾറെഡി വർക്കൗട്ട് ചെയ്ത് വെച്ച പ്രോബ്ലം ആണെന്ന് തോന്നുന്നുണ്ടല്ലോ. A particle follows a path xy as shown. xy, x ഉം y നിങ്ങൾ കാണുന്നില്ലേ, സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും തന്നിട്ടുണ്ട്. Given in the figure, if the radius of the semicircular path is 5 cm, ഇതിൻ്റെ റേഡിയസ് 5 cm ആണ്. ഓക്കെ, ഇതിൻ്റെ റേഡിയസ് 5 cm ആണ്. ഓക്കെ, then the approximate value of the distance covered and the displacement of the particle respectively. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും. അപ്പോൾ ബേസിക്കലി നമ്മളിത് എണ്ണണം. ഒരു ഹാഫ് സർക്കിൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ 10 വരും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8 9 10. സോ 10 ഹാഫ് സർക്കിൾസ് ഉണ്ട്. സോ ഓരോന്നിൻ്റെയും വിഡ്ത്ത് 10 ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 100 സെൻറ്റിമീറ്റർ. ഇതെന്താണ്? ഇത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, നൗ വാട്ട് അബൌട്ട് ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസ് പറയുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഈ കാണുന്ന ആർക്ക് ലെങ്ത് അല്ലെങ്കിൽ ആ ഹാഫ് സർക്കിൾ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. സോ ആ ലെങ്ത് എന്ന് പറയുന്നത് 2πr ആണ് ഒരു ഫുൾ സർക്കിൾ. ഒരു ഹാഫ് സർക്കിൾ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് πr. ഈ കാണുന്ന ഹാഫ് സർക്കിൾ എന്ന് പറയുന്നത് πr ആണ്. πr ആണ് എന്ന് വെച്ചാൽ ദിസ് ഈസ് 5π. അങ്ങനത്തെ 10 എണ്ണം. സോ 10 into 5π which is 50π or 100π by 2. ഈ 100π എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 314 approximately by 2 which is 157. ഓക്കെ, സെൻറ്റിമീറ്റർ. സോ ആദ്യം ചോദിച്ചിട്ടുള്ളത് ഡിസ്റ്റൻസും പിന്നെ ചോദിച്ചിട്ടുള്ളത് ഡിസ്പ്ലേസ്മെൻറ്റും ആണ്. സോ 157 and 100 സെൻറ്റിമീറ്റർ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. വെരി ഗുഡ്. 1-2 പേരൊക്കെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ജെ മീഡിയ ഒരുപാട് കമൻറ്റ്സ് അതിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. സോ വെരി ഗുഡ്, ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. ഇത് ഈ ക്വസ്റ്റ്യൻ ഞാൻ കണ്ട സമയത്ത് ഓക്കെ ഞാൻ പറയുന്നില്ല, ആദ്യം നിങ്ങൾ ചെയ്യും. An electric current pass through a straight wire, magnetic compasses. Okay, straight wire. Magnetic compasses are placed at the points x and y then. Magnetic compass x-ലും y-ലും പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സോ മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്, അല്ലെങ്കിൽ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നിങ്ങളുടെ 10th സ്റ്റാൻഡേർഡിലെ ആക്ച്വൽ ചാപ്റ്റർ നെയിം എനിക്ക് ഓർമ്മയില്ല. 12th സ്റ്റാൻഡേർഡിൽ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിലാണ് ഈ കാര്യങ്ങൾ വരാറുള്ളത്. ഓക്കെ, സോ വാട്ട്സ് യുവർ ആൻസർ? ഇതിൽ ആക്ച്വലി കാൽക്കുലേഷൻസ് ഒന്നും ചെയ്യാനില്ല, കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായാൽ മാത്രം മതി. Electric current pass through a straight wire. Magnetic compasses are placed at the points x and y then. Their needles will not deflect. Only one of the needles will deflect. The needles will deflect in the same direction. The needles will deflect in the opposite direction. Okay, JJ media answer പറഞ്ഞുള്ളത് opposite direction എന്നുള്ളതാണ്.
ആൻഡ് അതിന് പ്രോബബ്ലി കാരണം സംഭവം എത്രയേ ഉള്ളൂ. ഓക്കെ, ഡേഞ്ചർ ഡോഡ് ആൻസർ ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ കറണ്ട് ഈ ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ അനുസരിച്ച്, റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ എന്നാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്നാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഏതായാലും കുഴപ്പമില്ല, 12th സ്റ്റാൻഡേർഡിൽ അതിനെ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്നും സ്റ്റുഡൻസ് പറയാറുണ്ട്. അതനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്വേർഡ്സും ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻവേർഡ്സും ആണ് ഉണ്ടാവുക. ഓക്കെ, ഈ കാണുന്ന മാഗ്നറ്റിക് ഫീൽഡ് രണ്ട് സ്ഥലത്തും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് ദ നീഡിൽസ് വിൽ ഡിഫ്ലക്ട് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് എന്ന് പറയാം. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്നാണ് പഠിച്ചത്. ഓക്കെ ഫൈൻ, നോ പ്രോബ്ലം. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനമാണ് 12th പറയുമ്പോൾ. സോ കുഴപ്പമൊന്നുമില്ല, ഇറ്റ്സ് എഫക്റ്റീവ്ലി റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ തന്നെയാണ്, നോ പ്രോബ്ലം. ഓക്കെ, നമ്മൾ 12th റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ എന്നാണ് പറയുക. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. സോ അതുകൊണ്ട് നിങ്ങൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡിഫ്ലക്ട് ചെയ്യുന്നു എന്ന് പറയുന്നു. എനിക്ക് നിങ്ങളടുത്ത് ചോദിക്കാനുള്ളത്, ജസ്റ്റ് നിങ്ങൾ സ്ക്രീന് നിട്ടിട്ട് വീഡിയോയിൽ ശ്രദ്ധിക്കാം, ഞാൻ കാണിക്കുന്നത് ശ്രദ്ധിക്കാം. ഓക്കെ, ഇത് കോമ്പസ് നീഡിൽ, എൻ്റെ കയ്യിലുള്ള പെൻസിൽ നിങ്ങൾ കാണുന്നില്ലേ, കോമ്പസ് നീഡിൽ. ഇത് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ട്, എൻ്റെ വിരലാണ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് മുകളിലേക്ക് കോമ്പസ് നീഡിൽ ഇങ്ങനെ. ഈ കോമ്പസ് നീഡിൽ എങ്ങോട്ടാണ് ഡിഫ്ലക്ട് ചെയ്യാം? കോമ്പസ് നീഡിൽ എങ്ങോട്ടാണ് ഡിഫ്ലക്ട് ചെയ്യാം? ഈ കോമ്പസ് നീഡിൽ എങ്ങോട്ടാണ് ഡിഫ്ലക്ട് ചെയ്യുക? ഞാൻ നിങ്ങളുടെ കമൻറ്റും കൂടെ നോക്കുകയാണ്. ഈ കോമ്പസ് നീഡിൽ എങ്ങോട്ടാണ് ഡിഫ്ലക്ട് ചെയ്യുക? കോമ്പസിന്റെ നോർത്ത് ഇവിടെയാണ്, സൗത്ത് ഇവിടെയാണെന്നൊക്കെ വിചാരിച്ചോ. കോമ്പസ് നീഡിൽ എങ്ങോട്ടാണ് ഡിഫ്ലക്ട് ചെയ്യുക? ഇങ്ങനെ മുകളിലേക്ക് ഡിഫ്ലക്ട് ചെയ്യുമോ? അതല്ല, അതിങ്ങനെ തന്നെ നിൽക്കുമോ? വാട്ട് യു സേ? ആൻസർ വരുന്നില്ലല്ലോ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കോമ്പസ് നീഡിൽ എങ്ങോട്ടാണ് ഡിഫ്ലക്ട് ചെയ്യുക? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഓക്കെ, കൺഫ്യൂസ്ഡ്. ഓക്കെ, ഐ വാണ്ടഡ് ടു കൺഫ്യൂസ് യു. സോ അതിൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കോമ്പസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കോമ്പസ് എന്ന് പറയുന്നത് ആക്ച്വലി വളരെ സിമ്പിളായിട്ടുള്ള ഒരു കോയിൻ്റെ സൈസ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു നീഡിൽ ഉണ്ടാവും. നമ്മൾ ഇങ്ങനെയൊക്കെയാണ് അത് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. ആക്ച്വലി നീഡിലിൻ്റെ ഷേപ്പ് ഇങ്ങനെ ഉണ്ടാവുക. ഓക്കെ, ഈ കാണുന്ന നീഡിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ കോമ്പസ് നീഡിൽ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ കോമ്പസ് നീഡിലിന് നമ്മൾ വെച്ചിരിക്കുന്ന പ്ലെയിൻ അനുസരിച്ച് ഇപ്പോൾ ഇങ്ങനെയാണ് കോമ്പസ് വെക്കുന്നതെങ്കിൽ കോമ്പസ് നീഡിലിന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, ഒരിക്കലും ഇങ്ങനെ എണീറ്റ് നിൽക്കാൻ പറ്റൂല. ഓക്കെ, സോ അപ്പൊ ഇങ്ങനെ വെച്ചിരിക്കുന്ന കോമ്പസ് നീഡിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വന്നാൽ കോമ്പസ് നീഡിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനാദ്യം കോമ്പസ് നീഡിൽ ഇങ്ങനെ വെക്കുന്നതിന് പകരം കോമ്പസ് നീഡിൽ ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോമ്പസ് നീഡിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം, ഇങ്ങനെ എങ്ങോട്ട് വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണെങ്കിൽ കോമ്പസ് നീഡിൽ ഇങ്ങനെ വെക്കും. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ആയ കോമ്പസ് നീഡിൽ ഇങ്ങനെ വെക്കും. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ആയ ഇങ്ങനെ വരും. പക്ഷേ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഇങ്ങനെ മാത്രം റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന കോമ്പസ് നീഡിലിന് ഇങ്ങനെ നിങ്ങൾ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്താൽ കോമ്പസ് നീഡിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ, നമ്മുടെ ഈ ഫിഗറിൽ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്. നിങ്ങൾ കോമ്പസ് നീഡിൽ ഇങ്ങനെ വെച്ചാൽ ഈ കോമ്പസ് നീഡിൽ എങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യും? എണീറ്റ് നിൽക്കാൻ പറ്റുമോ? ഡേഞ്ചർ ഡൂഡിന് എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. റൊട്ടേറ്റ് ആവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഇങ്ങനെ ആണ്, ഇതാണ് സിറ്റുവേഷൻ എങ്കിൽ കോമ്പസ് നീഡിൽ എന്ത് ചെയ്യും? അങ്ങനെ വരുമ്പോൾ കോമ്പസ് നീഡിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെ ഒരു വിഷയം കൂടെ ഈ ഒരു പ്രോബ്ലത്തിലുണ്ട്. കോമ്പസ് എങ്ങനെ വെച്ചിരിക്കുന്നു? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണോ അതല്ല ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണോ കോമ്പസ് പ്ലേസ് ചെയ്തിട്ടുള്ളത് എന്ന ഒരു പോയിന്റും കൂടെ അതിനകത്തുണ്ട്. സോ നിങ്ങൾ 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് ആണ്. ഓക്കെ, ആൻസർ മാറ്റണ്ട. ഓക്കെ, നമ്മളടുത്ത് കോമ്പസ് എങ്ങനെ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത് ഇത് തന്നെ. ആൻസർ നിങ്ങൾ മാറ്റണ്ട. അങ്ങനെ വന്നാൽ കോമ്പസ് നീഡിൽ ഡിഫ്ലക്റ്റ് ആവില്ല എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നൗ ഇവിടെ അതിനെപ്പറ്റി വറി ചെയ്യേണ്ട. ഞാൻ ആ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ ഐ ഗോട്ട് കൺഫ്യൂസ്ഡ്. ഓക്കെ, സോ ആൻസർ മാറ്റണ്ട, ആൻസർ അവിടെ തന്നെ നിന്നോട്ടെ. കാരണം കോമ്പസ് നീഡിൽ ഇപ്പോൾ എന്താ പറയുക, ഇങ്ങനെയാണ് വെച്ചിരുന്നെങ്കിൽ, ഇപ്പോൾ നമ്മളെ മാഗ്നറ്റിക് ഫീൽഡ് മുകളിലുള്ളതിന് ഇങ്ങനെ നീഡിലിന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വെച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇത് ഇങ്ങോട്ടും മറ്റോടത്ത് താഴേക്ക് പോകും. ഓക്കെ, ഇതിപ്പോൾ എങ്ങനെ വെച്ചെന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. ഓക്കെ, സോ
ഞാൻ അങ്ങനൊരു സൈഡും കൂടെ അതിനുണ്ടെന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. കാരണം ഞാൻ ആ ക്വസ്റ്റ്യൻ വായിച്ച സമയത്ത് ഞാൻ ആദ്യം കൺഫ്യൂസ്ഡ് ആയി. സോ ദിസ് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് എത്രയും പെട്ടെന്ന് ഫിനിഷ് ചെയ്യാം. Electrostatic force between 2 point charges at a separation r is F. If the magnitude of each charge is double, then the force between the charges at the same separation is YF. The value of Y is simple. F is equal to, അല്ലെങ്കിൽ F is proportional to the product of the charges. അപ്പോൾ നമ്മൾ F മാറ്റിയിട്ട് F ഡാഷ് എന്ന് പറയുമ്പോൾ രണ്ടും ഡബിൾ ആക്കി 2Q1 2Q2 എന്നാക്കി കഴിഞ്ഞാൽ F dash is actually 4 times F. എന്താരും ആൻസർ പറയാത്ത? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4. Electrostatic force between 2 point charges at a separation r is F. The magnitude of each charge is double, then the force between the charges at the same separation is YF. The value of Y is. Okay. Might be നിങ്ങൾ ഇങ്ങനെ സാധനം പഠിച്ചിട്ടില്ലേ ചാർജസിന്റെ? ഈ ഒരു റിലേഷൻ ചാർജിന്റെ ഇടയിലുള്ള ഫോഴ്സിനെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? Gm1m2 ഡിവൈഡഡ് ബൈ r സ്ക്വയർ. അതുപോലെ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് Q1 Q2 ഡിവൈഡഡ് ബൈ r സ്ക്വയർ. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷന്റെ അതേ ഇക്വേഷൻ ഇലക്ട്രോസ്റ്റാറ്റിക്സിലുണ്ട്. സോ എന്താ സംഭവിക്കുക എന്നുള്ളത് മനസ്സിലായില്ലേ? ഇൻവേഴ്സ്ലി, അതായത് universal law of gravitation, the force between two masses is proportional to product of the masses and inversely proportional to the square of the distance between them. Electrostatics, the force between two charges is directly proportional to product of the charges and inversely proportional to the square of the distance between them. So അങ്ങനെ ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട്, പഠിച്ചോ? നിങ്ങൾ 12th എത്തുമ്പോൾ ആദ്യം പഠിക്കുന്ന 12th 11th അല്ല 12th ആദ്യം പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അവിടെ വരുന്ന വിഷയമാണ്. സോ നിങ്ങൾ ചാർജുകളെ പറ്റി മാത്രമേ പഠിച്ചിട്ടുള്ളൂ, ചാർജിൻ്റെ ഇടയിലുള്ള ഫോഴ്സിനെ പറ്റി പഠിച്ചില്ല. നോ പ്രോബ്ലം. നമ്മളിങ്ങനെയുള്ള സെലക്ഷൻ ടെസ്റ്റുകളൊക്കെ നടത്തുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു എന്താ പറയുക, സെലക്ഷന് വേണ്ടിയിട്ടാണല്ലോ, നമ്മളൊരു ഡിഫറൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ആരൊക്കെ ഗ്രാവിറ്റേഷനിൽ മാസുകളുടെ പ്രൊഡക്റ്റിന് ഫോഴ്സ് പ്രൊപ്പോർഷണൽ ആണെന്ന് പറയുന്ന യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അതുപോലെ തന്നെയുള്ള മറ്റൊരു ഇക്വേഷൻ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ കൂളംസ് ലോ എന്ന് അതിനെ പറയാം കേട്ടോ, പേരുണ്ട്, കൂളംസ് ലോ എന്നാണ് പറയാം. സോ കൂളംസ് ലോ എന്നെ പറ്റിയൊക്കെ അല്ലെങ്കിൽ കൂളംസ് ലോ കേട്ടിട്ടും പഠിച്ചിട്ടൊക്കെ ആരൊക്കെ ഉണ്ടെന്നൊക്കെ നമുക്ക് അതിൽ കൂടെ ഐഡന്റിഫൈ ചെയ്തെടുക്കാനാണ്. സോ കണ്ടിട്ടുണ്ട് ഇലക്ട്രോ മാഗ്നറ്റിസം ക്ലാസ്സിൽ ഒരു സാർ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ ഫൈൻ. അപ്പോൾ ഓർമ്മ വന്നില്ല, നോ പ്രോബ്ലം. സോ നെക്സ്റ്റ് ടൈം എന്തായാലും ചാർജിന്റെ ഫോഴ്സിനെ പറ്റി പറയുമ്പോൾ ഓർമ്മ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് യു ഹാവ് എനി മോർ, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അറൗണ്ട് 8:48 ആയിട്ടുണ്ട്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് യു ക്യാൻ ആസ്ക് ജസ്റ്റ് നൗ. ഇപ്പോൾ തന്നെ കമൻറ്റിൽ ചോദിക്കുക, ചാറ്റിൽ ചോദിക്കാം. ഇഫ് നോ, ദാറ്റ്സ് ഓൾ. ഞാനും എവിടേക്കോ കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ടൈം കാണുമ്പോൾ പ്രശ്നമില്ലല്ലോ. നിങ്ങൾ ബാക്കിയുള്ളതിനെ പറ്റി ഒന്നും ആലോചിക്കണ്ട. ഗ്രാവിറ്റേഷൻ പോലെയാണെന്ന് ഇനി വരുമ്പോൾ മിനിമം 20 ക്വസ്റ്റ്യൻസ് വേണമെന്നോ? ഓക്കെ, ഷഫീർ സാറാണ് എനിക്ക് ക്വസ്റ്റ്യൻസ് അസൈൻ ചെയ്ത് തന്ന ആള്. സോ ഷഫീർ സാറോട് ഞാൻ പറയാം, കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണം, കൂടുതൽ ടൈം വേണം എന്നുള്ളതൊക്കെ പറയുന്നുണ്ടെന്ന്. സോ 40 to 50 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ വൈൻഡപ്പ് ചെയ്യണമെന്നാണ് ഷഫീർ സാർ പറഞ്ഞിട്ടുള്ളത്. സോ മേ ബി നെക്സ്റ്റ് ടൈം അല്ലെങ്കിൽ ആക്ച്വൽ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം. സോ ഇതിൽ കൂളംസ് ലോയിൽ പറയാനുള്ളത് ഏതുപോലെയാണെന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ 10th സ്റ്റാൻഡേർഡിലെ സ്റ്റുഡൻസ് ആയ നിങ്ങൾക്ക് ഏതുപോലെയാണെന്ന് ചിന്തിച്ചാൽ മതി. ഗ്രാവിറ്റേഷൻ, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പോലെ തന്നെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിലുള്ള ചാർജുകൾ തമ്മിലുള്ള റിലേഷൻസ് എന്നും ചിന്തിച്ചാൽ മതി. സോ നെക്സ്റ്റ് ടൈം ഞാൻ കൂടുതൽ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരു 20 ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് ചെയ്തു പോവാം. ഓക്കെ, സോ ഇത് കുറച്ചേ ഉള്ളൂ അല്ലേ? ഓക്കെ, സോ ഇഫ് കൂടുതലൊന്നും ചോദിക്കാനും പറയാനും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിർത്താം. ദാറ്റ്സ് ഓൾ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്.